ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച. ഇനി ചായ എടുക്കാൻ പോകുമ്പോ എല്ലാ ദിവസവും വരും. അതൊക്കെ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാനും തിരിച്ചല്ലേ? നാളെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഒന്ന് വരണം. എനിക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഹലോ, സീരിയസ് ആയിട്ടാ? സീരിയസ് ആയിട്ട് കിടന്നു തുടങ്ങാം. എന്തായി? എനിക്ക് അനിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ബോബിയും കേൾക്കണം. മിൽട്ടൺ ചേട്ടൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ടില്ല. അനിയേട്ടനെ എടുക്കാണ്ട് ഞാനും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതറിയാലോ? അതാണല്ലോ പ്രശ്നം. മിൽട്ടൺ ചേട്ടൻ അനിയേട്ടനെ എടുത്തത് ഇഷ്ടമായിട്ടില്ല. അതെനിക്കും അറിയാം. ഇനിയിപ്പോൾ പാസ്പോർട്ടിന്റെ കോപ്പിയും ചോദിച്ച് എഗ്രിമെന്റ് ഒപ്പിടിക്കാനായിട്ട് മിൽട്ടൺ ചേട്ടൻ വരും. ഞാനത് ഒപ്പിട്ട് കഴിയുമ്പോഴേക്കും അനിയേട്ടനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കും. അതിനിട വരുത്തരുതേ. മിൽട്ടൺ ചേട്ടൻ എന്ത് കാണിച്ചാലും നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കണം. നിനക്ക് ഭ്രാന്താണ്. അവൻ മനഃപൂർവ്വം എന്നെ ചൊറിയാൻ വന്നല്ലേ? അതല്ല ഞാൻ പറയണത്. മിൽട്ടൺ ചേട്ടൻ എന്ത് കാണിച്ചാലും നമ്മൾ ക്ഷമിച്ചടങ്ങി നിൽക്കണം. പ്രാക്ടീസിന് കൃത്യമായിട്ട് എത്തണം. ഇല്ലെങ്കിൽ അതും പറഞ്ഞിട്ട് പുറത്താക്കും. അനിയേട്ടനെ ട്രൂപ്പർ എടുക്കാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടില്ല. ഇനിയിപ്പോൾ എഗ്രിമെന്റ് ഒപ്പിടേണ്ടി വരും, പാസ്പോർട്ടും കൊടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വഴക്കുണ്ടാക്കി അനുചേട്ടൻ അമേരിക്കയിൽ വന്നില്ലെങ്കിലും എനിക്ക് എന്തായാലും പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, മിൽട്ടൺ ചേട്ടൻ്റെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പ്രാക്ടീസിന് കൃത്യമായിട്ട് വരണം എന്ന്. അനിയേട്ടനില്ലാണ്ട് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നാ ഞാൻ തിരിച്ചു വരൂല. സത്യമായിട്ടും തിരിച്ചു വരൂല. എന്താണത്? പെണ്ണാണെന്നോട്ട് പോയിട്ട് ചേട്ടനമ്മനെ കാണാനില്ല. അവിടെ താമസമെന്ന് തോന്നല്ലേ? വിളിച്ചോക്കടാ. എടാ ബോബി, ആ കല്യാണം ഉറപ്പിച്ചേട്ടാ. എന്താണ്? എടാ കല്യാണം ഉറപ്പിച്ചെന്ന്. കൊച്ചാപ്പൻ്റെ വീട്ടിൽ കയറിയതുകൊണ്ടാ ലേറ്റ് ആയത്. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ്. ഓക്കെ, അത് കലക്കി. മേയർ സൗദാമിനി ജോസിന്റെ മോളായിട്ട് ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ച്. അടിപൊളി. എടാ, അപ്പൊ പെണ്ണുകാണാൻ നീ കൂടെ ചെന്നില്ലെങ്കിൽ കല്യാണം ഉറപ്പിക്കാൻ പറ്റുമെന്ന് ബോബേട്ടൻ പറഞ്ഞ സത്യമുള്ളേ? ഒന്നും പോകാനാണെന്ന് ഉറപ്പിക്കട്ടെ. എങ്ങനെയെങ്കിലും ചേട്ടൻ്റെ കല്യാണം നടക്കട്ടെ. പിന്നെ ഏത് കോലത്തിലാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പോരെ? അപ്പൊ പറഞ്ഞോണ്ട് ചോദിക്കാം. എന്താന്നാ മിനിമം 2 റൗണ്ട് അടിച്ചിട്ട് തന്നാലാണ് ആ മിൽട്ടൺ സഹിക്കാൻ പറ്റുള്ളൂ. ഡാൻസ് പ്രാക്ടീസ് ആണ്. ആ പ്രാക്ടീസിനോടെ ഞാൻ ബൈക്ക് എടുക്കട്ടെ. അതെ അതെ, പതിക്കോടിക്കട്ടെ എൻ്റെ പൊന്നോ. ചേച്ചി, ചേച്ചി, അവിടെ പോലീസ് ഉണ്ടാ? അവിടെ പോലീസ് ഉണ്ടാ? പോവല്ലേ, നോക്കിയിട്ട് പറയാം. ചേച്ചി പോലീസായിരുന്ന? ഇതിന്റെ താക്കോൽ എവിടെയാടാ? താഴെ. നീ OMR അടിച്ച് കയറ്റിട്ടുണ്ടല്ലേ? മദ്യപിച്ച് വാഹനം ഓടിക്കൽ. മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് അറിയാൻ പാടില്ലേ? അറിയാം സാറേ, പറ്റിപ്പോയി. നീ മേലെ ആവർത്തിക്കൂല. മേലെ അല്ലെങ്കിലും ആവർത്തിക്കരുത്. ഇപ്പൊ ആവർത്തിച്ചതിന് നമുക്കൊന്ന് ശേഷം വരെ പോവാം. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി. അല്ല സാറേ, സാറ് നമുക്ക് സ്റ്റേഷനിലോട്ട് ഞങ്ങൾ കുറേ വന്നോളാം. സാറേ, എന്തെങ്കിലും മാർഗമുണ്ടോ? പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് മണോടാ? ഞാൻ ബോധം കെട്ടി വിടുമല്ലോ. എന്നത് വെച്ചോ മണം അറിയൂല. ഹെൽമെറ്റിന് ഇങ്ങനൊരു ഉപയോഗം ഉണ്ടായിരുന്നല്ലേ? കേറ്. ഇത് എവിടെയാണത് കുത്തേണ്ടത്? താഴെയാണ്. താഴെ. ഇത് ഓൺ. ഈ ഓഫിൽ കിടക്കുന്ന സ്വിച്ച് ഇങ്ങോട്ട് അവിടെ ഇല്ലല്ലോ. ഒന്ന് സ്റ്റാർട്ട് ആക്കിയാടാന്ന്. ഞാൻ ഓടിച്ചാൽ മതിയോ? എന്താന്ന്?
കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. എന്ത് സാറേ കേസ്? മദ്യപിച്ച് വാഹനം ഓടിച്ചതാ. ഇവനും മദ്യപിച്ച് വാഹനം ഓടിച്ചാണ്. ആ അങ്ങോട്ട് മാറിയേക്ക്, വിളിക്കാം. ഹലോ. ആ മാഡം. ഓക്കെ മാഡം. ആരാടാ ഈ കൂട്ടത്തിലെ ടോണി കുര്യൻ? ഞാനാ സാറേ. നിന്നെ ഇപ്പൊ വിട്ടേക്കണം പറഞ്ഞ് മേറെ വിളിച്ചത്. നീ പൊക്കോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഇറക്കിക്കൊണ്ടു പറയടാ. എന്താടാ? എടാ എന്നെ പോലീസ് വിളിച്ചിട്ടാ സ്റ്റേഷനിലാണ്. നീ ബോബേട്ടനെ വിളിച്ചിട്ട് ആ മേയർ സൗദാമിനി ജോസിനെ കൊണ്ട് എസ്ഐനെ ഒന്ന് വിളിപ്പിക്കണം. വേണം ഒന്ന് പോയിടാന്ന് അവർ ജസ്റ്റ് പരിചയപ്പെട്ടുള്ളൂ. അപ്പം തന്നെ അവർ വിളിച്ചിട്ട് നിന്നെ അവിടെ നടക്കാനാ പോലീസ് സ്റ്റേഷനിലൊക്കെ? നടക്കൂല. അപ്പം പിന്നെ എന്ത് ചെയ്യും? നീ ഒരു പണിയേ, ഇന്നെന്തായാലും പെണ്ണാളിലുണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും ചേട്ടനൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ അങ്ങോട്ട് വരാം. നിശ്ചില്ലേ? ആ അതെ വേണോട്ടാ. ശരിയാ, പോലീസുകാരൊന്നും ചെയ്യല്ലേ? ഇല്ല ഒന്നും ചെയ്യൂല. പെട്ടെന്ന് തന്നോട്ടാ. ആ സൂചേട്ടാ എന്തേ? നീ എവിടെടാ? ഞാനിവിടെ ഈ ഡാൻസ് പ്രാക്ടീസിലാണ്. മോനെ, നീ നാളെ എന്തായാലും ഗാന്ധിയാറിലെ വീട്ടിൽ പണിക്കല്ലോട്ടാ. അയാൾ ഇപ്പോഴും കൂടി എന്നെ വിളിച്ചിട്ടുണ്ടായി. നീ ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ നാളെ കൊല്ലൂടിയിട്ട്. ആന്ന് ചെല്ലാന്ന്. ഓക്കെ ഓക്കെ. അഞ്ചൂടെ വിളിക്കണ്ട്. അവള് പറഞ്ഞ കിടക്കടി ഫോൺ ചെയ്തിട്ട് പറഞ്ഞോളൂന്ന് പറഞ്ഞേക്കാണ്. ഓരോ ഹലോ അനിയേട്ടാ. ആ അനിതേ, എനിക്ക് ഇന്ന് പ്രാക്ടീസിന് വരാൻ പറ്റില്ലോട്ടാ. ആഹാ, ഇങ്ങനെ പോവാണെങ്കിൽ മിൽട്ടൺ ചേട്ടൻ എന്തായാലും അനിയേട്ടനെ പുറത്താക്കും. ഞാൻ ഒപ്പിടാൻ പോവാ. ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയോ? എടി ഞാൻ വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ചിട്ട് എന്നെ പോലീസ് പിടിച്ച്. അയ്യോ, ഞാനിപ്പോൾ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബോബേട്ടനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറക്കാൻ അവരുടനേക്ക് എത്തുവോ? വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിരിക്കുകയാണ്. ബോറടിച്ചിട്ട് വയ്യ. ബോറടിക്കണോ? പോലീസുകാരുടെ അടികൊള്ളാണ്ട് നോക്കിയിരിക്കുക അവിടെ. കേസായ വിസ കിട്ടുമോ? അയ്യോ, പോലീസായിരുന്നു എനിക്ക് വിഷയമല്ല.